ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് ഇന്ത്യയുമായി അത്ര അടുപ്പത്തിലല്ല. 2009 മുതൽ അവാമി ലീഗ് പാർട്ടിയാണ് ബംഗ്ലാദേശ് ഭരിക്കുന്നത്. പാർട്ടിയുടെ നേതാവ് ഷെയ്ഖ് ഹസീനയായിരുന്നു പ്രധാനമന്ത്രി. അതിനിടെ സ്വാതന്ത്ര്യസമര രക്തസാക്ഷികളുടെ അവകാശികൾക്ക് സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. ഈ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 5-ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. തുടർന്ന് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയുമായി അടുത്ത ബന്ധമുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്ക് സംരക്ഷണം നൽകാൻ മറ്റ് രാജ്യങ്ങൾ വിസമ്മതിച്ചപ്പോൾ ഇന്ത്യയാണ് അഭയം നൽകിയതും. ഹസീനയെ പുറത്താക്കിയ ശേഷം ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. ആകെ 16 പേരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അത്ര സുഗമമല്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുന്നു. പാകിസ്ഥാനുമായും ചൈനയുമായും അടുത്ത് പ്രവർത്തിച്ചുകൊണ്ട് യൂനിസ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയാണെന്നാണ് ആക്ഷേപം ഉയരുന്നത്. എന്നാൽ ഇന്ത്യ ഇതുവരെ ബംഗ്ലാദേശിനെ കണ്ണടച്ച് എതിർത്തിട്ടില്ല. ഇന്ത്യക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശിനെ പൂർണ്ണമായും പൂട്ടാം. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ജനുവരിയിൽ മുഹമ്മദ് യൂനിസിനെ ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കിയേക്കുമെന്നാണ് സൂചന. അതായത് പുതിയ ഭരണം രൂപീകരിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്നാൽ പരിചയസമ്പന്നനായ ആളെ ആവശ്യമായതിനാലാണ് മുഹമ്മദ് യൂനിസിനെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ പ്രവർത്തിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ സർക്കാരിലെ പ്രതിഷേധ ഗ്രൂപ്പുകളുടെ പ്രധാന ലക്ഷ്യം ബംഗ്ലാദേശിന്റെ ഭരണഘടന മാറ്റുക എന്നതാണ്. അതായത് ബംഗ്ലാദേശിന്റെ ഭരണഘടന ഇല്ലാതാക്കി പകരം ഒരു വിപ്ലവ ഗവൺമെന്റ് സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. യൂനിസിനോട് അത്തരത്തിൽ ഭരിക്കണമെന്നാണ് വിപ്ലവ സംഘടനയുടെ നിർദ്ദേശം. കൂടാതെ ഡിസംബർ 31 വരെ ഇതിനായി സമയപരിധിയും നൽകി. എന്നാൽ ആ സമയപരിധിക്കുള്ളിൽ പറഞ്ഞ പോലെ യൂനിസ് കാര്യങ്ങളൊന്നും നിറവേറ്റിയില്ല. അതിനുശേഷം അവർ വീണ്ടും 15 ദിവസത്തെ സമയപരിധി നിശ്ചയിച്ചു. അതായത് ജനുവരി 15 വരെ നിലവിലെ ഭരണഘടന നീക്കം ചെയ്യാനും പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനുമാണ് നിർദ്ദേശം നൽകിയത്. എന്നാൽ മുഹമ്മദ് യൂനിസ് ഈ ആവശ്യത്തോട് അതൃപ്തി പ്രകടിപ്പിച്ചതായാണ് സൂചന. ഇത് ബംഗ്ലാദേശിൽ വീണ്ടും പ്രതിഷേധത്തിന് ഇടയാക്കിയേക്കും. അതിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയെ പോലെ മുഹമ്മദ് യൂനിസും ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെ സംഭവിച്ചാൽ മുഹമ്മദ് യൂനിസ് വീണ്ടും വിദേശത്തേക്ക് പോകാനാണ് സാധ്യത.